എല്ലാവർക്കും നമസ്കാരം. ഭാഗവത പഠനത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ നിങ്ങളുടെ വിനീത് നമ്പൂതിരി. ഭാഗവതത്തിലെ പ്രഥമ സ്കന്ധത്തിലെ 2ാമത്തെ അധ്യായത്തിലേക്ക് നമ്മളിതാ പ്രവേശിച്ചു കഴിഞ്ഞു. ഇന്ന് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത് 2ാമത്തെ അധ്യായത്തിലെ 2ാമത്തെ ശ്ലോകമാണ്. ഏതൊരു കാര്യം ആരംഭിക്കുമ്പോഴും നമ്മുടെ നിലനിൽപ്പിന് ആധാരമായിരിക്കുന്ന അറിവുകൾ നൽകിയ ഗുരുവിനെ വന്ദിച്ചുകൊണ്ടാണ് ഏതു കാര്യവും പറയാനായിട്ട് ആരംഭിക്കേണ്ടത്. ഭാഗവതം ഇവിടെ കാണിച്ചു തരുന്നതും അതുതന്നെയാണ്. ശൗനകാദി മഹർഷിമാരുടെ ചോദ്യങ്ങൾ കേട്ട സന്തോഷിച്ച സൂതൻ തൻ്റെ ഗുരുനാഥനെ സ്മരിക്കുന്ന ഭാഗമാണ് ഈ ശ്ലോകത്തിൽ പ്രധാനമായിട്ടും പ്രതിപാദിക്കുന്നത്. അപ്പോൾ നമുക്ക് പ്രഥമ സ്കന്ധത്തിലെ 2ാമത്തെ അധ്യായത്തിലെ 2ാമത്തെ ശ്ലോകം പഠിക്കാം. ഓം നമോ ഭഗവതേ വാസുദേവായ. സൂത ഉവാച യം പ്രവ്രജന്തമനുപേതമഭേദകൃത്യം ദ്വൈപായനോ വിരഹകാതര ആജുഹാവ പുത്രേതി തന്മയതയാതരവോഭിനേതുസ്ത്വം സർവഭൂതഹൃദയം മുനിമാനതോസ്മി. ഒന്നും കൂടി നോക്കാം. സൂത ഉവാച യം പ്രവ്രജന്തമനുപേതമഭേദകൃത്യം ദ്വൈപായനോ വിരഹകാതര ആജുഹാവ പുത്രേതി തന്മയതയാതരവോഭിനേതുസ്ത്വം സർവഭൂതഹൃദയം മുനിമാനതോസ്മി. ഇനി നമുക്ക് ഈ ശ്ലോകത്തിൻ്റെ അന്വയം നോക്കാം. യം പ്രവ്രജന്തം അനുപേതം അപേതകൃത്യം ദ്വൈപായനഃ വിരഹകാതരഃ പുത്ര ഇതി ആജുഹാവ തന്മയതയാ തരവഃ അഭിനേതു തം സർവഭൂതഹൃദയം മുനിം അഹം നമതഃ അസ്മി. ഒന്നുകൂടി നോക്കാം അന്വയം. യം പ്രവ്രജന്തം അനുപേതം അപേതകൃത്യം ദ്വൈപായനഃ വിരഹകാതരഃ പുത്ര ഇതി ആജുഹാവ തന്മയതയാ തരവഃ അഭിനേതു തം സർവഭൂത ഹൃദയം മുനിം അഹം നമതഃ അസ്മി. ഇനി നമുക്ക് ഈ ശ്ലോകത്തിൻ്റെ പദങ്ങൾ നോക്കാം. യം പ്രവ്രജന്തം അനുപേതം അപേതകൃത്യം ദ്വൈപായനഃ വിരഹകാതരഃ ആജുഹാവ പുത്ര ഇതി തന്മയതയാ തരവഃ അഭിനേതും തം സർവഭൂതഹൃദയം മുനിം അഹം നമതഃ അസ്മി. ഒന്നുകൂടി നമുക്ക് പദങ്ങളായിട്ട് നോക്കാം. യം പ്രവ്രജന്തം അനുപേതം അപേതകൃത്യം ദ്വൈപായനഃ വിരഹകാതരഃ ആജുഹാവ പുത്ര ഇതി തന്മയതയാ തരവഃ അഭിനേതു തം സർവഭൂതഹൃദയം മുനിം അഹം നമതഃ അസ്മി. ഇനി നമുക്ക് ഈ ശ്ലോകത്തിൻ്റെ പദങ്ങളുടെ അർത്ഥം നോക്കാം. യം ആരേ, പ്രവ്രജന്തം സന്യാസിയായി പുറപ്പെട്ട, അനുപേതം ബന്ധമില്ലാത്ത, അപേതകൃത്യം കർമ്മബന്ധങ്ങളില്ലാത്ത, ദ്വൈപായനഃ വേദവ്യാസ മഹർഷി, വിരഹകാതരഃ വിരഹത്തിൽ വിങ്ങിയപ്പോൾ, ആജുഹാവ വിളിച്ചു, പുത്രേതി ആരെയാ വിളിച്ചത്? പുത്രേതി മകനെ എന്ന് തന്മയതയാ ആ തന്മയത കൊണ്ട് തരവഃ വൃക്ഷങ്ങൾ പോലും അഭിനേതു പ്രതിധ്വനിച്ചു തം ആ മുനിയെ സർവഭൂതഹൃദയം സകല ജീവികളുടെയും ഹൃദയമായ മുനിം ആ മുനിയെ നമതഃ അസ്മി ഞാനിതാ നമസ്കരിക്കുന്നു. ഇനി നമുക്ക് ഈ ശ്ലോകത്തിൻ്റെ സാരം നോക്കാം. ലോകബന്ധങ്ങളും കർമ്മബാധ്യതകളും മുഴുവൻ ഉപേക്ഷിച്ച് സന്യാസിയായി പുറപ്പെട്ട ശ്രീശുക ബ്രഹ്മർഷിയെ അദ്ദേഹത്തിൻ്റെ പിതാവായ വേദവ്യാസൻ വിരഹവേദനയോടെ പുത്രാ മകനേ എന്ന് വിളിച്ചു. ആ വിളിച്ച സമയത്ത് എല്ലാ മരങ്ങളും ആ ശബ്ദം പ്രതിധ്വനിപ്പിക്കപ്പെട്ടു. അങ്ങനെയുള്ള മഹാത്മാവായ ശ്രീശുക ബ്രഹ്മർഷിയെ നമസ്കരിച്ചുകൊണ്ടാണ് ഇവിടേതാ സൂതൻ ഭാഗവത തത്വങ്ങൾ പറയാനായിട്ട് ആരംഭിക്കുന്നത്. അതിനു മുന്നോടിയായിട്ട് തൻ്റെ ഗുരുനാഥനെ നമസ്കരിക്കുന്ന ശ്ലോകമാണ് 2ാമത്തെ ശ്ലോകത്തിൻ്റെ അർത്ഥം. തുടർന്നുള്ള ഭാഗങ്ങൾ അടുത്ത വീഡിയോയിലായിട്ട് നോക്കാം. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എല്ലാം കമൻ്റായിട്ട് രേഖപ്പെടുത്തുക.
എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹമുണ്ടാവട്ടെ.